ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് എ ട്രാവൽ വ്ലോഗ് ഖത്തർ ടു തുർക്കി. ഖത്തറിൽ നിന്ന് തുർക്കിയിലേക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഏത് കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടത്തേക്കുള്ള വിസ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് തുർക്കിയിൽ വിസ ഓണറേബിൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ടൂറിസ്റ്റിക് വിസ അല്ലെങ്കിൽ ഇ വിസ ഇതിലേതെങ്കിലും ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ UK, USA, ഷെങ്കൻ ഇതിലേതെങ്കിലും ഒരു വിസ ഹോൾഡറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, ജസ്റ്റ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്, അതുപോലെ തന്നെ ഖത്തർ റെസിഡൻറ്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖത്തറിൽ വെച്ച് തന്നെ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഡോക്യുമെൻറ്റ് നമ്മുടെ പാസ്പോർട്ടാണ്. അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 empty pages എങ്കിലും ഉണ്ടായിരിക്കണം. സെക്കൻഡ് ഡോക്യുമെൻറ്റ് 2 ബയോമെട്രിക് ഫോട്ടോഗ്രാഫ്സ് ആണ്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് വരുന്നത് 5x6 ആണ്. അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. 6 months കൂടുതൽ പഴയതാവാനും പാടില്ല. തേർഡ് ഡോക്യുമെൻറ്റ് വരുന്നത് ഖത്തർ ID ആണ്. അപ്പോൾ 3 months എങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ ഖത്തർ IDക്ക്. പിന്നെ ഫോർത്ത് ഡോക്യുമെൻറ്റ് ട്രാവൽ ഡോക്യുമെൻറ്റേഷൻ ആണ്. അതായത് നമ്മളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, റിട്ടേൺ ടിക്കറ്റ് അടക്കമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആണ് ട്രാവൽ ഡോക്യുമെൻറ്റ്. പിന്നെ ഫിഫ്ത്ത് ഡോക്യുമെൻറ്റ് അക്കോമഡേഷൻ ഇൻഫർമേഷൻ ആണ്. നമ്മൾ എത്ര ഡേയ്സ് തുർക്കിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ഡേറ്റ്സിലാണോ ആ ഡേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ഡോക്യുമെൻറ്റും ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സിക്സ്ത് ഡോക്യുമെൻ്റ് വരുന്നത് എംപ്ലോയ്മെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ ആണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ സാലറി, അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ കമ്പനി നിങ്ങൾക്ക് വെക്കേഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് വന്നിട്ട് കമ്പനി തന്നെ റീജോയിൻ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലെറ്റർ കമ്പനിയുടെ ഓണറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതോറിസൈഡ് പേഴ്സൺസോ സൈൻ ചെയ്തതും ഒഫീഷ്യലി സീൽ ചെയ്തതും ആയിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങളൊരു കമ്പനിയുടെ ഓണറാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഒറിജിനൽ CRഉം അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പനിയിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഉണ്ട്, അവിടെ എന്താണ് നിങ്ങളുടെ പൊസിഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ലെറ്ററും, ഈ ഒരു ലെറ്ററിൽ കമ്പനിയുടെ മറ്റേതെങ്കിലും ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ സ്പോൺസർ ആരെങ്കിലും ഒരാൾ സൈൻ ചെയ്തതും ഒഫീഷ്യലി സീൽ ചെയ്തതുമായിരിക്കണം. ഇനിയിപ്പോൾ സൈൻ ചെയ്ത ആൾ സ്പോൺസർ ആണെന്നുണ്ടെങ്കിൽ ആളുടെ ഖത്തർ ID അല്ലെങ്കിൽ പാസ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു കോപ്പിയും കൂടെ സബ്മിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നോൺ ഖത്തറി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ഓരോ കോപ്പീസ് വീതം സബ്മിറ്റ് ചെയ്യണം. ഇനി അടുത്ത ഡോക്യുമെൻറ്റ്, അതായത് ഏഴാമത്തെ ഡോക്യുമെൻറ്റ് വരുന്നത് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ആണ്. അതായത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അതുപോലെ തന്നെ അക്കൗണ്ടിൽ 10,000 ഖത്തർ റിയാൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മിനിമം 10,000 എങ്കിലും ഖത്തർ റിയാൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ഇതിൽ ഇലക്ട്രോണിക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ എട്ടാമത്തെ ഡോക്യുമെൻറ്റ് വരുന്നത് നമ്മളുടെ പേർപ്പസ് ഓഫ് ട്രാവൽ കാണിക്കുന്ന ഒരു ലെറ്റർ വേണം. ഈ ഒരു ലെറ്റർ തുർക്കിഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ റിട്ടേൺ ചെയ്തതും ആപ്ലിക്കൻറ്റ് സൈൻ ചെയ്തതും ആയിരിക്കണം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് വേണ്ടി വരും. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ വൈഫൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലി, കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളാണെന്ന് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ ആരൊക്കെയാണോ ട്രാവൽ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എക്സ്ട്രാ ഡോക്യുമെൻറ്റും കൂടെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾ ഖത്തറിലെ ജെയ്ദ സ്ക്വയറിലുള്ള തുർക്കിഷ് എംബസിയിലേക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വിതിൻ 1 week നമുക്ക് വിസ അപ്രൂവ് ചെയ്ത് കിട്ടുന്നതാണ്. റിജക്ഷൻ റേറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 months വാലിഡിറ്റി ഉള്ള വിസക്ക് അപ്ലൈ ചെയ്യാം, 6 months വാലിഡിറ്റി ഉള്ള വിസക്കും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 3 months വാലിഡിറ്റി ഉള്ള വിസക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 15 days ആണ് തുർക്കിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. 6 months ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 30 days സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീരുമാനിക്കാം. അപ്പോൾ വിസ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ആണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ഏത് കൺട്രിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും 2 months ഒക്കെ മുന്നേ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ പ്രൈസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്കൈ സ്കാനർ പോലത്തെ ആപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ തുർക്കിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സും കണക്ഷൻ ഫ്ലൈറ്റ്സും ഉണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലോ ബഡ്ജറ്റിൽ കിട്ടും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തുർക്കിയിൽ ഇസ്താംബുളിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇസ്താംബുളിൽ 2 ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഉണ്ട്. യൂറോപ്യൻ സൈഡിൽ വരുന്നത് ഇസ്താംബുൾ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഏഷ്യൻ സൈഡിൽ വരുന്നത് സബീഹ ഗോച്ചൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സബീഹ ഗോച്ചൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്താംബുൾ എയർപോർട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലോ പ്രൈസ് ആണ്. ഈ 2 എയർപോർട്ട്സും തമ്മിലൊരു 1 hour ജേർണിയുടെ ഡിഫറൻസേ ഉള്ളൂ, ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഏത് എയർപോർട്ടിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു സബീഹയിലേക്ക് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ.
അപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അക്കോമഡേഷൻ കൺഫർമേഷനൊക്കെയാണ്. അപ്പോൾ അക്കോമഡേഷൻ ഇങ്ങനെയൊക്കെ ബുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് പോലെ തന്നെ 2 months മുന്നേ ഒക്കെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലോ പ്രൈസിൽ കിട്ടും. തുർക്കിയിൽ ഹോട്ടൽസ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് അല്ല എന്ന് വെച്ചാൽ ഭയങ്കര ചീപ്പും അല്ല. നിങ്ങൾക്ക് booking.com ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്രീ ബുക്കിംഗ് ചെയ്യാം. സീസൺ ടൈമൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ലോ പ്രൈസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഹോട്ടൽ പ്രൈസ് ആണെന്നുണ്ടെങ്കിലും ഓരോ സീസണിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാൻ താല്പര്യമില്ല, ഹോട്ടൽസ് അവിടെ പോയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ എടുക്കാനാണ് താല്പര്യമെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഇവരുടെ കറൻസിയാണ്. ഇവിടുത്തെ ഒഫീഷ്യൽ കറൻസി തുർക്കിഷ് ലിറയാണ്. അപ്പോൾ അത് നമ്മൾ ഖത്തർ റിയാൽ ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ യൂറോ അല്ലെങ്കിൽ ഡോളർ ഇതിലേതെങ്കിലും ഒന്നിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്താംബുളിലെ സിറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് എവിടെയാണോ എക്സ്ചേഞ്ച് റേറ്റ് കൂടുതൽ കിട്ടുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലിറയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ പിന്നെ നിങ്ങൾ യൂറോ ആയിട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും അവർ യൂറോ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവിധ ബാങ്ക് കാർഡ്സും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് കാശ് മാത്രം ലിറയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതിയാവും. ബാക്കി നിങ്ങൾക്ക് യൂറോ അല്ലെങ്കിൽ കാർഡൊക്കെ വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രിപ്പിൻ്റെ പ്രിപ്പറേഷനായിട്ടുള്ളത്. പിന്നെ സിം കാർഡ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് കൂടുതലുള്ളൊരു കൺട്രി ആണെങ്കിലും ഭയങ്കര ലോ ബഡ്ജറ്റിലുള്ള സിം കാർഡ്സൊന്നും അവിടെ അവൈലബിൾ അല്ല. ഓൾമോസ്റ്റ് ഒരു 1800 ലിറ വരുന്നൊരു സിം കാർഡാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ള പ്രൈസിലുള്ള സിം കാർഡ്സൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള പ്രിപ്പറേഷൻസ് പറയുന്നത്. അങ്ങനെ ഇനി നമുക്ക് ട്രാവൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പം ഞങ്ങൾ പെഗാസസ് എയർലൈൻസ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ തുർക്കിയിലെത്തി. അപ്പോൾ തുർക്കിയിലെയും ഖത്തറിലെയും ടൈം സോണ് സെയിം ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എമിഗ്രേഷനിലൊക്കെ കഴിഞ്ഞ് നേരെ ഒരു സിം കാർഡൊക്കെ എടുത്തു. അപ്പോൾ പീക്ക് സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പെരുന്നാളിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ടാക്സിമിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ എത്ര ഡേയ്സാണ് ഇസ്താംബുൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഡേയ്സ് ടാക്സിമിൽ റൂം എടുക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അവിടുന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ചീപ്പാണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടാക്സിമിലേക്ക് പോകാൻ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമുക്ക് ഒരു ക്യാബ് വിളിച്ചിട്ട് പോകാം. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേങ്കിൽ രണ്ടാമത്തത് ഏറ്റവും ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ ചീപ്പായിട്ട് എത്താൻ പറ്റുന്നത് മെട്രോ വഴിയാണ്. പക്ഷേ മെട്രോ നമുക്ക് ഫസ്റ്റ് ടൈം പോകുമ്പോൾ 2-3 ഇതുണ്ട്, ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലഗേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്ത് വന്നാൽ ഇവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. ഇവിടുന്ന് ഹവാ ബസ്സിൻ്റെ സർവീസ് ഉണ്ട് ടാക്സിമിലേക്ക്. ഡയറക്റ്റ് സർവീസാണ്. പിന്നെ 45 to 1 hour ആണ് അവർ ടൈം പറയുന്നത്. എന്തായാലും ഈ ഒരു ടൈമിൽ 1 hour ട്രാവലിങ്ങിന് എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു ബസ്സാണ് ഹവാ ബസ്സിൻ്റെ സർവീസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ തുർക്കിയിൽ വരുന്നത്. അപ്പോൾ സൈഡ് സീനൊക്കെ കണ്ടുകൊണ്ട് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ളൊരു ബസ്സാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ടാക്സിമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി നേരെ ഞങ്ങളൊരു സിമിത്ത്, അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിമിത്താണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഹോട്ടൽ റൂം നിങ്ങൾ ടാക്സിമിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും ഹോട്ടൽസ് ഉണ്ടാവുക. വളരെ ഈസി ആയിട്ട് എത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സീസൺ പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ ടാക്സിമിൽ പ്രീ ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് 2 days നമ്മൾ സുൽത്താൻ അഹമ്മദ് എന്ന് പറയുന്നൊരു പ്ലേസിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ടാക്സിമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മെട്രോ വഴി ട്രാം വഴി അവിടത്തേക്ക് പോകാനുണ്ട്. ഒരു 5 minutes കൊണ്ട് എത്തുന്ന ഒരു ദൂരമേ ഉള്ളൂ. എന്തായാലും പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഷവർമ കൂടെ കഴിച്ചിട്ട് നേരെ ഹോട്ടലിലോട്ട്.
അപ്പോൾ ഇതാണ് ഞങ്ങൾ സുൽത്താൻ അഹമ്മദിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന ഹോട്ടലിൻ്റെ പേര് വരുന്നത് എർത്ത് ആൻഡ് കോണക്ട് എന്നാണ് കേട്ടോ. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് വായിച്ചാണ്. ഇത് ഞങ്ങൾ booking.com വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 35-34 യൂറോ ആ ഒരു റേഞ്ചിലായിരുന്നു. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യാണ് അല്ലെങ്കിൽ ഓഫ് സീസണിലൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി സ്റ്റാഫ്സ് ആയിരുന്നു, സർവീസും പക്ക പെർഫെക്റ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു പഴയ ഹോട്ടലായതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഔട്ട്ഡോർ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഈവനിംഗ് ഒക്കെ ചുമ്മാ സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഔട്ട്ഡോർ ഏരിയ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ആകെപ്പാട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഇവിടുത്തെ ഔട്ട്ഡോറൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ബെഡ്റൂം അത്ര പോരാന്ന് വെച്ചാൽ ഭയങ്കര കുഴപ്പമുള്ളൊരു റൂമൊന്നുമല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും, ആവറേജ് റൂമായിരുന്നു. പക്ഷേ ഇതുപോലെ ഒരു പഴയ ഹോട്ടലിലൊക്കെ നിങ്ങൾക്ക് താമസിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ സുൽത്താൻ അഹമ്മദിൽ എന്തൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊക്കെ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ റൂമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസിൽ എല്ലാ പ്ലേസസും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ ചുമ്മാ നടന്ന് കണ്ടൊന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. കാരണം നാളെയാണ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണാനും പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നേരത്തെ തന്നെ കടന്നുറങ്ങിയിട്ട് ഏർലി മോർണിംഗ് എണീറ്റിട്ട് നാളത്തെ പ്ലാനനുസരിച്ച് നീങ്ങുക എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ തലേദിവസം തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടും ഫുഡ് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ടയർഡായിരുന്നു. അപ്പോൾ നേരത്തെ ഉറങ്ങി ആ ഒരു ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നാളെ ഫ്രഷ് ആയിട്ട് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. ഞങ്ങൾ മിക്ക ട്രിപ്പ് പോകുന്ന സമയത്തും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് കേട്ടോ പോകാറ്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഉറങ്ങിയിട്ട് ഏർലി മോർണിംഗ് നമ്മൾ എല്ലാം കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഒരു കാര്യമായിരിക്കും. കാരണം മിക്ക ടൂറിസ്റ്റ് സ്പോട്ട്സിനും ഫിക്സഡ് ടൈമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മോർണിംഗ് 8 to ഈവനിങ് 5 അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ സ്പോട്ട്സും മിസ്സാവാതെ കാണാൻ വേണ്ടിയൊക്കെ പറ്റും ഈ ഒരു പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സീ സൈഡിലെത്തി കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി സീ സൈഡായിരുന്നു. പോരാത്തതിന് ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം ഇവിടെ ഇഷ്ടംപോലെ ഡോൾഫിൻസും സീഗൾസും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കൂടെ ബോട്ട്സും ചെറിയ ചെറിയ ക്രൂസസൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സീ സൈഡിൽ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് സാൻഡ്വിച്ചൊക്കെ കിട്ടും. അതൊക്കെ കഴിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു വേർത്തായിട്ടുള്ള ഈവനിങ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടുന്ന് ഇവർ ബോസ്ഫോറസ് ക്രൂസ് ഡിന്നർ എന്ന് പറഞ്ഞൊരു പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്രൂസിൽ ചെറിയൊരു ഡിന്നറും പാർട്ടിയൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇതിന് ഇവിടെ ഒരുപാട് ഏജൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ പ്രൈസും കാര്യങ്ങളൊന്നുമില്ല, അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു പാക്കേജാണ്. പോയിട്ടുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഞങ്ങൾക്കിത് പോകാൻ വേണ്ടി പറ്റിയില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി ടയേർഡ് ആയതുകൊണ്ട് ഇന്ന് റെസ്റ്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തുർക്കി ട്രിപ്പിൽ ഒരു ക്രൂസ് ഡിന്നറൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏജൻസിനൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഏത് ഡേറ്റ്സിലാണോ വേണ്ടത് അതിനനുസരിച്ചൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു ഈവനിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്ത് തന്നെയുള്ളൊരു അരാസ്ത ബസാറിലേക്കാണ് കേട്ടോ. ഈ ഒരു ബസാറിൽ നിങ്ങൾക്ക് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷോപ്പ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഡ്രസ്സസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഫുഡ് വെയർസ് ആണെന്നുണ്ടെങ്കിലും സ്വീറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പിന്നെ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. പിന്നെ ഇവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള ഫോട്ടോഷൂട്ട്സൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ചെറിയ സ്റ്റുഡിയോസിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തുർക്കിയിൽ ബസാർസ് ആയിക്കോട്ടെ, കഫേസ് ആയിക്കോട്ടെ, ഹോട്ടൽസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആംബിയൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ നമ്മുടെ നാടിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ബസാർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ചെറിയൊരു ബസാറാണ്, പോരാ തന്നെ ക്രൗഡൊക്കെ ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഇവിടെ ചുറ്റിക്കറങ്ങി നടന്ന് ഞങ്ങൾ ഇന്നത്തെ പരിപാടി, അതായത് ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗ്രാൻഡ് ബസാറിലോട്ടാണ് കേട്ടോ. തുർക്കിയിലെ ഒരു ഫേമസ്
ടൂറിസ്റ്റ് സ്പോട്ടാണ് ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടാക്സിമിലാണ് റൂം എടുത്തതെന്നുണ്ടെങ്കിൽ ടാക്സിമിൽ ഏനിക്കാപ്പി മെട്രോയിൽ കയറി കഴിഞ്ഞാൽ വെസ്റ്റ്നിസിലർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോപ്പ് കാണാൻ പറ്റും. ആ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാം കിട്ടും കബത്താശിലോട്ട്. അപ്പോൾ ഈ ഒരു ട്രാമിൽ ഗ്രാൻഡ് ബസാറിൻ്റെ സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഓപ്പണിംഗ് ടൈം വരുന്നത് മോർണിംഗ് 8:30 ടു ഈവനിങ് 7 ആണ്. ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ വേണം വിസിറ്റ് ചെയ്യാൻ. പിന്നെ സൺഡേസിലും ഒഫീഷ്യൽ ഹോളിഡേയ്സിലൊക്കെ ഇത് ക്ലോസ് ആയിരിക്കും. പിന്നെ ഈ ഒരു ബസാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് കവേർഡ് മാർക്കറ്റാണ് കേട്ടോ ഈ ഒരു ബസാർ. 570 വർഷങ്ങൾക്ക് മുന്നാണ് ഇത് ഉണ്ടാക്കിയതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 4000 ഷോപ്സ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. 61 സ്ട്രീറ്റ്സ് ആണ് ഇത് കവർ ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഹാഫ് ഡേ കംപ്ലീറ്റ് കറങ്ങി കാണാനുള്ള ഒരു വലിപ്പം ഈ ഒരു ബസാറിനുണ്ട്. നിങ്ങൾക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരുപാടാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞങ്ങൾ ആസ് യൂഷ്വൽ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല, ചുമ്മാ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ ഒരുപാട് ടൂറിസ്റ്റൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഭയങ്കര ക്രൗഡായിട്ട് ഫീൽ ചെയ്യില്ല, കാരണം ഇത് അത്രയ്ക്കും ലാർജാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബസാറിനെ കുറിച്ച് പറയാനുള്ളത്. ഗ്രാൻഡ് ബസാറിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ടോപ്പ് കാപ്പി പാലസ് വിസിറ്റ് ചെയ്യാനായിരുന്നു കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്കത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, കാരണം ഞങ്ങൾ ടിക്കറ്റ് പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരെ അവിടെ ഡയറക്റ്റ് പോയിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വിസിറ്റ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് ഒരു വിധത്തിലും കിട്ടാതെ, അപ്പോൾ ഞങ്ങൾ ആ പ്ലാൻ ഒഴിവാക്കി. എന്തായാലും അവിടെ വിസിറ്റ് ചെയ്യാനുള്ള പ്രൈസ് വരുന്നത് 750 തുർക്കിഷ് ലിറയാണ്. പിന്നെ ടൈം വരുന്നത് മോർണിംഗ് 9 to 5 ആണ്. ട്യൂസ്ഡേയ്സ് ഇത് ക്ലോസ്ഡ് ആയിരിക്കും, ബാക്കി എല്ലാ ഡേയ്സും ഇത് ഓപ്പൺ ആയിരിക്കും. ഈ ഒരു പാലസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ ഒരു പഴയ ഓട്ടോമൻ പാലസ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ അറിയപ്പെടുന്നത് വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സർവൈവിങ് പാലസ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ട്രൈ ചെയ്ത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇത് മിസ്സായി. അപ്പോൾ പാലസ് മിസ്സായതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ടോളിപ്പ് ഗാർഡനിലേക്കാണ്. ആക്ച്വലി ഇത് ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. പാലസ് മിസ്സായപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. എന്തായാലും ഇവിടെ വന്നത് ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി വേർത്ത് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. കാരണം ഇങ്ങനൊരു ഗാർഡൻ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ടോളിപ്പ് ഫ്ലവേഴ്സ് കാണുന്നത് ചെറുപ്പത്തിൽ ഈ നോട്ട് ബുക്കിൻ്റെ ഒക്കെ കവറിലും കലണ്ടേഴ്സിലും അതുപോലെ തന്നെ വാൾപേപ്പേഴ്സിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സീന് ഫസ്റ്റ് ടൈം ലൈവായിട്ട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഇത് എൻജോയ് ചെയ്തു. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ചധികം സമയം ഞങ്ങൾ ഈ ഒരു ഗാർഡനിൽ സ്പെൻഡ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പാലസിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഇത് വരുന്നത്, വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലേസ് സീസൺ ആണെന്നുണ്ടെങ്കിൽ, ടോളിപ്പ് ഗാർഡൻ്റെ സീസൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഹായ സോഫിയ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഹായ സോഫിയ എന്ന് പറയുന്നൊരു ഫോമർ ചേർച്ചായിരുന്നു. പിന്നീട് ഓട്ടോമൻ കാലത്ത് ഇത് ഒരു മോസ്കായിട്ട് മാറുകയും ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് വിസിറ്റേഴ്സിന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് 850 ലിറയാണ്. ഇതിൻ്റെ ഒരു തൊട്ടടുത്തുള്ളൊരു പ്ലേസാണ് ബാസിലിക്ക സിസ്റ്റൺ. ഇതൊരു ഹ്യൂജ് വാട്ടർ സ്റ്റോറിങ് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ബാസിലിക്ക സിസ്റ്റൻ്റെ എൻട്രി ഫീ 1400 ലിറയാണ്.
അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് കാബി പാലസ്, ബാസിലിക്ക സിസ്റ്റേൺ, ഹയ സോഫിയ ഇതിൻ്റെയൊക്കെ ടിക്കറ്റ്സ് പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് വരാം. കാരണം ഞങ്ങൾക്ക് ഇതൊന്നും വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല പ്രീ ബുക്കിംഗ് ചെയ്യാത്തതുകൊണ്ട്. ഹയ സോഫിയുടെ വീട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കാൻ വേണ്ടി പറ്റി. ഇനി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ബ്ലൂ മോസ്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ എല്ലാ പ്ലേസസും വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് വരുന്നത്. നമുക്കൊരു ഡേ തന്നെ ആഫ്റ്റർനൂൺ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ തുർക്കിയിലേക്ക് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ബ്ലൂ മോസ്ക് ആണ്. ഓരോരുത്തരുടെ റീൽസിലും ഷോർട്സിലൊക്കെ ഈ ഒരു മോസ്ക് കണ്ടിട്ട് എനിക്ക് എന്തായാലും കാണണം എന്നുള്ളൊരു വാശിയായി. അങ്ങനെയാണ് തുർക്കിയിലേക്ക് വരാൻ കാരണമായത്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് കാണുന്ന എല്ലാ മോസ്കും ഞാൻ ബ്ലൂ മോസ്കായിട്ട് തെറ്റിദ്ധരിച്ചു. പക്ഷേ ഫൈനലി ഞങ്ങൾ ഒറിജിനൽ ബ്ലൂ മോസ്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് പിന്നെ നമ്മുടെ നീസ് ആൻഡ് ഷോൾഡർ എന്തായാലും കവർ ചെയ്തിരിക്കണം എന്നുള്ളൊരു റെസ്ട്രിക്ഷനാണ്. അപ്പോൾ നീസ് നമ്മൾ നേരത്തെ തന്നെ കവർ ചെയ്തിട്ട് വരിക. ഷോൾഡർ കവർ ചെയ്യാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ചെറിയ സ്കാർഫൊക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു മോസ്ക് ഇപ്പോഴും പ്രേയേഴ്സൊക്കെ നടക്കുന്ന ഒരു മോസ്കാണ്. അതുകൊണ്ട് പ്രെയർ ടൈം അല്ലാത്ത എല്ലാ ടൈമിലും വിസിറ്റേഴ്സിന് ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എല്ലാ രാജ്യക്കാർക്കും, എല്ലാ മതക്കാർക്കും, എല്ലാ ജെൻഡേഴ്സിനും ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ക്യാമറയിൽ ഇത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്നതിൻ്റെ 1% പോലും ക്യാമറയിൽ കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തുർക്കിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മിസ്സാക്കാതെ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ഞങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഞങ്ങൾക്ക് ഈവനിങ് നൈറ്റ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കിട്ടി. ആ ഒരു വ്യൂ ആണിത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സുൽത്താൻ അഹമ്മദ് നിന്ന് ടാക്സിമിലോട്ടേക്ക് റൂം മാറി കേട്ടോ. ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ഹോട്ടലാണിത്. ഹോട്ടലിൻ്റെ പേര് റോസ് വുഡ്സ് എന്നാണ്. ഇത് ടാക്സി മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതും ഞങ്ങൾ booking.com വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നതും സെയിം പ്രൈസ് തന്നെയാണ്. 35 യൂറോ ആയിരുന്നു പ്രൈസ്. ഇവിടുത്തെ സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരുന്നു. റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഞങ്ങൾക്ക് കൊടുത്ത പൈസ 100% വേർത്ത് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു. അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് ഇപ്പോൾ പറയാമെന്ന് വിചാരിച്ചു. അതായത് നിങ്ങൾ തുർക്കിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ ഇസ്താംബുൾ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽ കാർഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് മെട്രോ സ്റ്റേഷൻ, ട്രാം സ്റ്റേഷൻ എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസും, മെട്രോ, ട്രാം, ഫെറീസ്, ബസ്, ഏത് ടൈപ്പ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസും ഒരു കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എത്ര പേര് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ച് റീചാർജ് ചെയ്താൽ മതിയാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു ഹോട്ടൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരു ഹോട്ടലാണ്. എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹോട്ടലായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. കാരണം മെയിനായിട്ട് ഇവിടുത്തെ ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണെന്നുള്ളൊരു കാര്യമാണ്. കാരണം എവിടത്തേക്കും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. പിന്നെ ഈ ഒരു ഹോട്ടലിന് ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാൽക്കണി വ്യൂ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. ഈവനിങ് ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് booking.com റോസ് വുഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എത്ര ഡേയ്സ് ആണോ ടാക്സിമിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അത്രയും ഡേയ്സും നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് പറയാൻ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഗലാത്ത ബ്രിഡ്ജിലോട്ടാണ് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഏഷ്യനെ യൂറോപ്പിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഇതും നമ്മളെ സുൽത്താൻ അഹമ്മദ് ഏരിയയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് ട്രാം വഴി പോകാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. സീ വ്യൂ ആണെന്നുണ്ടെങ്കിലും പിന്നെ സൈഡിൽ നമ്മൾ ഇന്നലെ പോയിട്ടുള്ള ഐനറീസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഗലാത്ത ബ്രിഡ്ജിൽ ഇതുപോലെ കുറേ പേര് ലൈവായിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫിഷൊക്കെ വാങ്ങിയിട്ട് ബ്രിഡ്ജിൻ്റെ താഴെ ഇതുപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാം. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് ലഞ്ചോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കഴിക്കാം. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സീ ഫുഡ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സീ ഫുഡ് ലവറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ, സീ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്നത് എന്തായാലും ഒരു വേർത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഫുഡീസാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇസ്താംബുൾ വിസിറ്റ് ചെയ്യുന്ന പലരും വിസിറ്റ് ചെയ്യാത്തതും വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി വേർത്തായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്ലേസിലേക്കാണ് കേട്ടോ. അതായത് പ്രിൻസസ് ഐലൻഡിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു ഐലൻഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇസ്താംബുൾ ഏരിയയിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഐലൻഡ്സ് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ കൂടുതൽ ഏറ്റവും വലുതും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതായിട്ടുള്ളൊരു പ്ലേസാണ് പ്രിൻസസ് ഐലൻഡ്. ഇവിടത്തേക്ക് എങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കബത്താശിലാണല്ലോ ഉള്ളത്. ഇവിടുന്ന് പ്രിൻസസ് ഐലൻഡിലോട്ട് ഫെറി സർവീസ് അവൈലബിൾ ആണ്. ബുയുക്കട ഫെറിയിലാണ് കേട്ടോ നമുക്ക് കയറേണ്ടത്. ഇതിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പാണ് വരുന്നത്. അതലാർന്നാണ് സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്താംബുൾ കാർഡ് യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു 50 to 60 ലിറയാണ്. 2.5 hours ആണ് കേട്ടോ ജേർണി ഉള്ളത്. പക്ഷേ ഇതൊരു ബോറിംഗ് ജേർണി ഒന്നും ആയിരുന്നില്ല. കാരണം നല്ല അടിപൊളി ഫെറിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കഫേ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫെറി ആയിരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് വ്യൂസ് ആണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ഐലൻഡ്സും സീ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. ഈവനിങ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ അപ്പർ സൈഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടിപൊളി വ്യൂ ആയിരിക്കും. പിന്നെ മാത്രമല്ല ഇവിടെ ബേർഡ്സിനൊക്കെ ഫീഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും നിങ്ങൾ ഇസ്താംബുൾ വിസിറ്റ് ചെയ്യുമ്പം ഈ ഒരു ട്രിപ്പും കൂടെ നിങ്ങളുടെ ട്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും ഇതൊരു വേർത്ത് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു 2.5 hours ജേണിക്ക് ശേഷം ഞങ്ങൾ പ്രിൻസസ് ഐലൻഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഇസ്താംബുൾ ഏരിയ അതായത് ടാക്സിം, സുൽത്താൻ അഹമ്മദ് ആ ഏരിയ ഒക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. കാരണം അവിടെ പോപ്പുലേഷനും കൂടുതലാണ്, പിന്നെ ടൂറിസ്റ്റും ഭയങ്കര കൂടുതലാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പോപ്പുലേഷനും കുറവാണ്, പിന്നെ ടൂറിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അധികം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറില്ല. അതുകൊണ്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഇവർ ഗ്യാസോലിൻ വെഹിക്കിൾസിന് പകരം കൂടുതലും ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ സൈലൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ 3 wheelers ആണ് ഇവർ കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബൈസിക്കിൾസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യമാണ്, ഇവിടുത്തെ ഫുഡിനൊക്കെ കമ്പാരിറ്റീവ്ലി പ്രൈസ് ഭയങ്കര കുറവാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇസ്താംബുളിൽ സ്പെഷ്യൽ ഫുഡും അതുപോലെ തന്നെ സ്പെഷ്യൽ സ്വീറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുറഞ്ഞ പ്രൈസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊരു ഹില്ലി ഏരിയ ആണ് കേട്ടോ. ചുമ്മാ ഇങ്ങനെ നടന്ന് കാണാനും പിന്നെ ബൈസിക്കിൾസൊക്കെ റെൻറ്റിന് കിട്ടും. അപ്പോൾ റെൻറ്റിന് എടുത്തിട്ട് റൈഡ് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. എന്തായാലും നിങ്ങൾ ഒരു ട്രിപ്പിൽ കുറച്ചൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നിട്ട് ഒരു റിലാക്സ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പറ്റിയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഇങ്ങനെ കയറിപ്പോയാൽ ഏറ്റവും മേൽഭാഗത്തായിട്ട് ചെറിയൊരു ഫോറസ്റ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾ പോയില്ല, കാരണം ചെറുതായിട്ട് ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ നടന്ന് കണ്ടു. അങ്ങനെ കുറച്ചധികം സമയം പ്രിൻസസ് ഐലൻഡിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം വളരെ റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ലൊരു ഗോൾഡൻ സൺസെറ്റ് ഒക്കെ കിട്ടി. നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരുന്നു ഫെറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഇന്നത്തെ ട്രിപ്പ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. നേരെ ഹോട്ടലിലേക്ക് പോയിട്ട് റെസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ മോർണിംഗ് നേരെ പോയിട്ടുണ്ടായിരുന്നത് ബലാത്ത സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇസ്താംബുൾ ഏരിയയിലുള്ള ഒരു കളർഫുൾ സ്ട്രീറ്റാണ് കേട്ടോ ഇത്. തുർക്കിയിലെ മിക്ക സ്ഥലങ്ങളും ഇതുപോലെ ഭയങ്കര കളർഫുള്ളായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ആംബിയൻസ് പിന്നെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കൂടുതലൊരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കൂടുതൽ ടൂറിസ്റ്റൊക്കെ വന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സ്ട്രീറ്റാണ് കേട്ടോ ബലാത്ത സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന ദിവസം ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ബ്യൂട്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ മാക്സിമം കിട്ടുന്നത് പോലൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. What is your name? Name? My name is... Name? Me? Name? Shahul. Oui?
Şahul. Ya Şahu. Aman da Şahu, hoş geldin Fener'e Şahu. Aşahu aman da Şahu, hoş geldin Fener'e Şahu. Şimdi bombom şimdi bom. Maşaku yanımda Şahu, hoş geldin Fener'e Şahu. Aman Şahu, mama mama ne mama ne mama. Sana. Ah Sara, aman da Sara, hoş geldin Fener'e Sara. Ah Sara, aman da Sara, hoş geldin Fener'e Sara. Ah çilli horoz bol, yağ salça bir kavurdu. Aman Sara, ah Sara, seni gidi. ഇത് ഞങ്ങൾക്ക് ഈ ഒരു സ്ട്രീറ്റിലുണ്ടായിരുന്ന ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. 2 സിംഗേഴ്സ് വന്നിട്ട് നമ്മളടുത്ത് പേര് ചോദിച്ചിട്ട് നമ്മുടെ പേര് വെച്ചിട്ട് അവർ പെട്ടെന്നൊരു സോങ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവരത് പെർഫോം ചെയ്ത് തന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ട് മൊമെൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു കളർഫുൾ സ്റ്റെപ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഈ ഒരു സ്റ്റെപ്സ് കാണാൻ ഭയങ്കര രസമാണെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് ക്ലൈമറ്റ് കുറച്ച് മോശമായതുകൊണ്ട്, മഴയായതുകൊണ്ട് ഇതിൻ്റെ ആക്ച്വൽ ബ്യൂട്ടിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഇവിടുന്ന്. ഇത് ആ കളർഫുൾ സ്റ്റെപ്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു കളർഫുൾ കഫേ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് കയറിയിട്ട് ജ്യൂസും അതുപോലെ തന്നെ കോഫിയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചെറുതായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഈ ഒരു ബലാത്ത സ്ട്രീറ്റിനോട് യാത്ര പറഞ്ഞിട്ട് പോവാണ്. കാരണം മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ടാക്സിമിൽ തന്നെയുള്ള, അതായത് നമ്മുടെ ഹോട്ടലിൻ്റെ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയുള്ള ഒരു സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര് ഇസ്തിക്ലാൽ സ്ട്രീറ്റ് എന്നാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ പഴയ ഒരു ട്രാം. ഇതിൽ ഇപ്പോഴും സർവീസൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഇസ്താംബുൾ കാർഡ് യൂസ് ചെയ്തിട്ട് ഇതിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഒരു ട്രാവലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു സ്ട്രീറ്റിൽ എത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രീറ്റിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ്, ഇത് 1.2 കിലോമീറ്റേഴ്സോളം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. 2 സൈഡ്സിലും ബ്രാൻഡിൻ്റെ സ്റ്റോഴ്സും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, അങ്ങനെ ഒരുപാട് ഷോപ്സാണ് ഇതിൻ്റെ 2 സൈഡ്സിലും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ട്രീറ്റ് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ്, ഇത് 24 hours ഓൺ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ. അപ്പോൾ ഡേ ടൈമിലാണെന്നുണ്ടെങ്കിലും നൈറ്റ് ടൈമിലാണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഈ ഒരു സ്ട്രീറ്റിൽ. എനിക്ക് തോന്നുന്നു നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഇത്. പിന്നെ ഇതിൻ്റെ എൻഡിലാണ് ഗലാത്ത ടവർ വരുന്നത്. ഇത് ഇവിടുത്തെ ഗലാത്ത ടവർ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐനറി കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് അവിടത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ് നടന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇസ്തിക്ലാൽ സ്ട്രീറ്റിലൂടെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ചേർച്ച് കണ്ടത്. കുറച്ച് വിസിറ്റേഴ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന കണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നാലെ കയറിയതായിരുന്നു. എന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ അത്. കാരണം ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ചേർച്ചാണ്. ചേർച്ചിൻ്റെ പേര് വരുന്നത് സെൻറ്റ് ആന്തോണി ഓഫ് പദുവ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ എല്ലാ രാജ്യക്കാർക്കും, എല്ലാ മതക്കാർക്കും, എല്ലാ ജെൻഡേഴ്സിനും ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മോസ്കും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി കണ്ടിട്ട് ഞങ്ങൾ ഓൾറെഡി ഞെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേർച്ചിൻ്റെ ഇൻസൈഡ് വ്യൂ എന്താണെന്നുള്ളത് കാണാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയത് ഞങ്ങൾക്ക് വേർത്തായി. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മോസ്ക് പോലെ തന്നെ വളരെ അടിപൊളിയായിട്ടാണ് ഇവർ ഈ ഒരു ചേർച്ചും ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോഴും പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് ഇവിടെ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഷോപ്പ് കണ്ടത്. ഈ ഒരു ഷോപ്പ് മാത്രമല്ല കേട്ടോ, ഈ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സസൊക്കെ കണ്ടപ്പോൾ കളക്ഷൻസൊക്കെ കാണാമെന്ന് വെച്ച് കയറിയതാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ രാജ്യത്ത് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിങ് പീസസൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസൊക്കെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതുപോലെ പർച്ചേസ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ഷോപ്പാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് മോഡൽസിലൊക്കെ ആയിട്ട് ഒരുപാട് നല്ല ഡ്രസ്സസ് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. ഇതുമാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ തുർക്കി എന്ന് പറയുന്നത് പൊതുവേ എല്ലാവരും ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കൺട്രിയാണല്ലോ മെയിനായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫുഡീസ് ഒന്നല്ല, എന്നാലും ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വെച്ച് കയറിയതാണ്. അപ്പോൾ ഒരുപാട് സ്വീറ്റ്സും അതുപോലെ തന്നെ സാലഡ്സും പിന്നെ ഇവരുടെ മെയിനായിട്ടുള്ള ഡിഷസൊക്കെ ഇവിടെ ഉണ്ട്.
അപ്പോൾ പ്രൈസൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ, ഈ ഒരു സ്ട്രീറ്റിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഷോപ്പ് കണ്ടത്. ആക്ച്വലി ഇത് സ്ട്രീറ്റിൻ്റെ കുറച്ച് പുറത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഞങ്ങൾ കയറാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നേരത്തെ ഡ്രസ്സ് കാണിച്ചതുപോലെ തന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബാഗിൻ്റെ കളക്ഷൻസൊക്കെ കണ്ട് ഇവർ തന്നെ ഡിസൈൻ ചെയ്യുന്ന പീസസ് ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെതറിൻ്റെ ബാഗ്സ് ആണ് കേട്ടോ ഇവർ കൂടുതലായിട്ടും സെയിൽ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗലാത്ത ടവർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഗലാത്ത ടവർ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐനറിയാണ്. കാരണം ഇത് ഓട്ടോമൻ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജയിലായിരുന്നു. പിന്നീട് ഇത് വാച്ച് ഹൗസ് ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ ഗലാത്ത ടവർ. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എൻട്രി ഫീ വരുന്നത് 35 യൂറോ ആണ്. ഇത് നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഞങ്ങൾക്ക് ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ പോയ ടൈമിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നിന്ന് നമുക്ക് 360 ഡിഗ്രി വ്യൂവിൽ ഈ ഇസ്താംബുൾ ഏരിയ കംപ്ലീറ്റ് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ടിട്ടുള്ള എല്ലാ ഐനറീസും ഇതിൻ്റെ മുകളിൽ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ ഒരു ഗലാത്ത ടവറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു മയത്ത് സ്റ്റോറി ഉണ്ട്. അതായത് ഒരു കപ്പിള് ഫസ്റ്റ് ടൈം ഒരുമിച്ച് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ, ഗലാത്ത ടവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഫ്യൂച്ചറിൽ എന്തായാലും കല്യാണം കഴിക്കുന്നതാണ് കേട്ടോ ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ കപ്പിൾസാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ പുറത്തുനിന്നുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും തുർക്കിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടവർ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇസ്താംബുൾ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തുർക്കി ട്രിപ്പിൻ്റെ പാർട്ട് 1 വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ തുർക്കി വിസ ആപ്ലിക്കേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ, കറൻസി എക്സ്ചേഞ്ച്, പിന്നെ അതുപോലെ തന്നെ ഇസ്താംബുളിലെ മെയിനായിട്ടുള്ള ഐനറീസ്, അതൊക്കെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ കപ്പഡോക്യ എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.